ഹലോ ഗെയ്സ്, വെൽക്കം ടു ട്രോളീസ് ലൈഫ് എസ്കെ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സ്വിഗ്ഗിയിൽ ഒരു ഡെലിവറി എക്സിക്യൂട്ടീവ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് മുതൽ ഡ്രോപ്പ് ചെയ്യുന്നവരെയുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ മുമ്പ് ഇതേപോലെ ഒരു സൊമാറ്റോൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു സ്വിഗ്ഗിയോട് ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ല, അത് കോയമ്പത്തൂർ ലീമേഡിയൻ ഹോട്ടലാണ്. ഓക്കെ, ആ ഹോട്ടലിൻ്റെ മുമ്പിലൂടെ റോട്ടിലൂടെ പോകുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഓർഡർ അസൈൻ ആയത്. അപ്പോൾ ആ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഓർഡർ അസൈൻ ആയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ദണ്ഡിക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ്. നീലാംപൂരാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് കേരളത്തിൽ നിലമ്പൂരല്ല, നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂർ സുളൂറൊക്കെ പോകുന്ന വഴിയുള്ള ഒരു നീലാംപൂർ. ചിനിയാമ്പാളയം കഴിഞ്ഞിട്ട് കുറച്ച് വരുമ്പോഴേക്കും നീലാംപൂർ എന്ന് പറയുന്നതാണ്. കതിർ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രീമിയം റെസ്റ്റോറൻ്റാണ്. നല്ല പ്രീമിയം ലുക്കാണ് ഈ റെസ്റ്റോറൻറ്റ്. ഉള്ളൊക്കെ ഇൻറ്റീരിയർ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, ഇൻറ്റീരിയേഴ്സ് ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, അതാണ് റെസ്റ്റോറൻറ്റ്. പാർക്കിംഗ് വണ്ടി ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി. ഞാൻ ഉള്ളിലേക്ക് കാണാൻ ഭയങ്കര രസമാണ്. ഈ പ്രതിമയൊക്കെ കണ്ടില്ല, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ട് പിക്കപ്പ് ചെയ്തു. ഇതാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഓർഡർ റെഡി എന്നുള്ളൊരു നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ പിക്ക് ചെയ്തിട്ട് നേരെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാപ്പ് ഇട്ടപ്പോൾ ഞാനുള്ള ലൊക്കേഷനിൽ നിന്ന് 5.9 കിലോമീറ്ററാണ് ഈ ഒരു കസ്റ്റമറിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ദൂരം. അവിടെ ഏത് അപ്പാർട്ട്മെൻറ്റാണെന്ന് ആർക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിട്ടേൺ അടിക്കുകയാണ്. റിട്ടേൺ അടിക്കുമ്പോൾ ഇത് ഡക്കാത്തോണാണ്. എന്ന് വെച്ചാൽ കോയമ്പത്തൂർ സ്പോർട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ളൊരു നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു കട തന്നെയാണ്. കട എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഷോറൂം. ഒത്തിരി ഐറ്റംസ് അതിൻ്റെ ഉള്ളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇതിപ്പോൾ ഞാൻ വീണ്ടും ലീമേഡിയൻ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. ഫ്രണ്ട് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നില്ല, അതാണ് ഇതിൻ്റെ. ഈ റോഡ് സൈഡിലൊക്കെ പറയുന്നത് ഇത് അവിനാശി റോഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ റോഡ് സൈഡിലൊക്കെ പറയുന്നത് ഒത്തിരി കടകളുണ്ട്, അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾ കുറവ് തന്നെയാണ്, കടകൾ എന്ന് വെച്ചാൽ പൊമ്മക്കട, ടെഡി ബിയറിൻ്റെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നേരെ ശ്രദ്ധിച്ച് ഡ്രൈവിങ് ചെയ്ത് തിരിച്ച് കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ രണ്ട് മൂന്ന് മെയിനായിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇത് ഡിമാർട്ടാട്ടോ, ഇപ്പോൾ കണ്ടില്ലേ, അത് ഡിമാർട്ടാണ്. പോകുന്ന വഴിയിൽ ജംഗ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത് നീലാംപൂർ കഴിഞ്ഞാൽ ചിന്നിയമ്പാളയം എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അവിടെയാണ് ഇപ്പോൾ ഡിമാർട്ട് കണ്ടത്. അത് കഴിഞ്ഞാൽ തൊട്ടിപ്പാളയം തിരുവെന്ന് പറയും, അവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് എത്താറായിട്ടോ. ഒരു 200 മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് റീച്ച് ആവാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനും റീച്ചായി. കസ്റ്റമറുടെ വീടാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഒത്തിരി ബ്ലോക്കുകളുണ്ട്. ഏത് ബ്ലോക്കാണെന്ന് സെക്യൂരിറ്റി സാറിനോട് ചോദിച്ചാലാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് ഞാൻ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. വണ്ടി കൊണ്ട് വേഗം ഇങ്ങോട്ട് പോകണ്ടെന്ന് കരുതിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനൊന്ന് ആലോചിച്ചിട്ട് സൈഡിലേക്ക് പാർക്ക് ചെയ്തു. ഇത് അസംബ്ലി പോയിൻ്റാണ്, ഇവിടുത്തെ അസംബ്ലി പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നേരെ അവർ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ടിട്ട് ഞാൻ ഫുഡ് നേരെ എടുത്ത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതോ ഒരു ബ്ലോക്കാണ് കേട്ടോ. അവിടെ പോയി ലിഫ്റ്റാണെങ്കിൽ ടച്ചാണ് കേട്ടോ. ആ ടച്ചിൽ പ്രസ് ചെയ്തിട്ട് നേരെ ഞാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലിഫ്റ്റ് കുറച്ച് ഡിലേ ആയിട്ടാണ്, ലാഗായിട്ടാണ് വന്നത്. അതൊന്നും നമ്മൾ സീനാക്കിയില്ല. ഞാൻ ഇനിയും സെക്കൻഡ് ഫ്ലോറാണെന്ന് തോന്നുന്നു. ആ സെക്കൻഡ് ഫ്ലോറിൽ പ്രസ് ചെയ്ത് നേരെ ആ സെക്കൻഡ് ഫ്ലോറിലേക്ക്. അതും പോകുമ്പോഴും വരുമ്പോഴൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എന്താണ് ഈ ലിഫ്റ്റ് ഇത്ര സ്ലോ എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ ഞാൻ കസ്റ്റമറിൻ്റെ വീടിന് മുന്നിലെത്തി ഫുഡ് അങ്ങനെ ഡെലിവറി ചെയ്തു. എനിക്ക് 77 രൂപ എന്നാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഡെലിവറി ഒക്കെ ചെയ്തപ്പോൾ 85 രൂപയായിട്ട് സ്വിഗ്ഗി നമുക്ക് പേ ചെയ്തു. പിന്നെ അടുത്ത ഓർഡറിനായിട്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ലിഫ്റ്റ് കുറച്ച് സ്ലോ ആണെങ്കിലും കറക്റ്റായിട്ട് എത്തിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങുന്നതും പോകുന്നതൊന്നും അറിയുന്നില്ല. ഭയങ്കര സ്റ്റെബിലൈസിങ് നല്ല സൂപ്പറായിട്ടാണ് ഈ ലിഫ്റ്റിൽ. AC ആണ് കേട്ടോ ലിഫ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.